ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നല്ലൊരു പോർക്ക് റെസിപ്പിയാണ്. നമ്മുടെ പന്നിയിറച്ചി കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. 2 കിലോ പന്നിയിറച്ചിയുണ്ട്. ഇത് ഞുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആട്ടോ. അതിലേക്ക് ഉപ്പും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ കുരുമുളക് പൊടിയാട്ടോ. അപ്പോൾ ഇതൊരു 1/2 സ്പൂണേ എടുത്തുള്ളതാണ് കൊണ്ട് ഒരു തവണയും കൊണ്ട് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടി കേട്ടോ. അപ്പം പന്നിയിറച്ചിക്ക് തന്നെ പോർക്ക് മസാലയുണ്ട് വേറെ, പക്ഷേ നമ്മളിവിടെ സാധാ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം പോർക്ക് മസാലപ്പൊടിയുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു പാക്കറ്റ് മൊത്തമായിട്ട് എടുക്കുന്നത് ഈസ്റ്റേണിൻ്റെ പൊടിയാണ്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മസാലപ്പൊടിക്ക് അത്യാവശ്യം വേറുള്ള നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കേണ്ട, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്കിതിലേക്ക് ഉണ്ട്. അപ്പോൾ അതാണ് ഇത്. ഈ 2 കിലോ ഇറച്ചി ഉള്ളതാണ് കൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റ് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം കൈ വെച്ച് വെള്ളം ചെയ്യുക. അപ്പം ഞാനൊരു സ്പൂൺ വെച്ച് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു പന്നിയിറച്ചിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഇതുപോലെ ഒന്നായിരുന്നു, വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ച് മസാല എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിക്കറി ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി എങ്ങാനും വെള്ളം ഇല്ല എന്നൊക്കെ നോക്കണം. ഇനി നെയ്യ് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് മാത്രമുള്ള നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്നുകൂടെ ഇളക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ മതി കേട്ടോ. ഒത്തിരി മൂത്ത ഇറച്ചിയാണെങ്കിൽ 2 മണിക്കൂർ. വിറകടുപ്പായത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ മസാലയൊക്കെ എല്ലായിടത്തും പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുത്തു. ഇനി വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങി വെച്ച് നമുക്ക് കടുക് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് മൂപ്പിക്കുമ്പോൾ ഇതിൽ സ്വല്പം ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ കഴിച്ചാൽ അലർജി ഉള്ളവർക്ക് ഇത് ഇച്ചിരിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം കേട്ടോ. ഉലുവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അലർജി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ചിലർക്ക് ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്വല്പം ഉലുവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ പന്നിയിറച്ചിക്കറി ചിലർക്ക് കഴിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം കടുകും കൂടെ ചേർത്ത് കൊടുത്തു. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ ബീഫാണെങ്കിലും കറി വെക്കുമ്പോൾ ഇതേപോലെ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഉലുവ പൊടിയോ അങ്ങനെ വേണം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതേ നമ്മുടെ കടുക് ഇതുകൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ചീനിച്ചട്ടിയിൽ കുറച്ച് കടുകിൻ്റെ ഇതും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നൊരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.